അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ സ്ഥിരമായ സ്റ്റേഷൻ മൈത്രി, താര, വിദ്യ, പൗർണ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ സ്ഥിരമായ സ്റ്റേഷനാണ് മൈത്രി. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ക്യാൻസർ, ക്ഷയം, HIV, കുഷ്ഠം. ക്ഷയം മുഖേനയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി പയർ വൃത്താകൃതി, ഗോളാകൃതി, ചതുരാകൃതി ഇവയൊന്നുമല്ല. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി പയർ വൃത്താകൃതി പോലെയാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ഏത്? ഡൈനാമോ, ട്രാൻസ്ഫോർമർ, സ്ലോട്ടർ, സോളാർ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ഡൈനാമോ. ട്രാൻസിസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ജർമേനിയം, സിലിക്കൺ. ട്രാൻസിസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ജർമേനിയം, സിലിക്കൺ, സിലിനിയം ഇവയെല്ലാം. ടെർലിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു കൽക്കരി, പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ. ടെർലിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് പെട്രോൾ. പല്ലിനകത്തെ പൊള്ളയായ ഭാഗം ഏത്? ദന്തമജ്ജ, മജ്ജനാളം, ഇനാമൽ, ദന്തക്ഷയം. പല്ലിനകത്തെ പൊള്ളയായ ഭാഗം ഏത്? ദന്തമജ്ജയാണ് ശരിയായ ഉത്തരം. വൃക്കകളിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലേത്? റീനൽ ആർട്ടറി, അയോർട്ട, പരോട്ടിക്, നെഫ്രോൺസ്. വൃക്കകളിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് റീനൽ ആർട്ടറി. പ്ലീഹയുടെ ഏറ്റവും പുറത്തുള്ള ആവരണം ഏത്? ക്യാപ്സ്യൂൾ, യൂറോ, ലോബ് ഇവയൊന്നുമല്ല. പ്ലീഹയുടെ ഏറ്റവും പുറത്തുള്ള ആവരണം ഏത്? ക്യാപ്സ്യൂൾ ആണ് ശരിയായ ഉത്തരം. കിവിപ്പക്ഷിയുടെ ജന്മദേശം എവിടെ? ന്യൂസിലാൻഡ്, കാനഡ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്. കിവിപ്പക്ഷിയുടെ ജന്മദേശം എവിടെ? ന്യൂസിലാൻഡിൽ ആയിരുന്നു. നെല്ലിനെ നശിപ്പിക്കുന്ന ഒരു ഷഡ്പദം ഏത്? ബ്രൗൺ ഹോപ്പർ, അമിലോസ്, ഹെപ്പാരിസ്, പയോറിയ. നെല്ലിനെ നശിപ്പിക്കുന്ന ഒരു ഷഡ്പദമാണ് ബ്രൗൺ ഹോപ്പർ. ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി ഏത്? ആന, ജിറാഫ്, നീലത്തിമിംഗലം, ഹിപ്പോപ്പൊട്ടാമസ്. ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള പക്ഷിയാണ് നീലത്തിമിംഗലം. എൻസൈം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മൈക്രോൺ, ബാക്ടീരിയ, ഈസ്റ്റിലുള്ളത്, വെള്ളത്തിലുള്ളത്. എൻസൈം എന്ന വാക്കിന്റെ അർത്ഥം ഈസ്റ്റിൽ ഉള്ളതെന്നാണ്. ഏത് മൃഗത്തിനാണ് ഏറ്റവും കൂടുതൽ പേശികൾ ഉള്ളത്? തിമിംഗലം, ആന. കാറ്റൽ പില്ലറാണ് ശരിയായ ഉത്തരം. ഓരോ സെക്കൻഡിലും നിങ്ങളുടെ ശരീരം എത്ര പുതിയ കോശങ്ങൾ നിർമ്മിക്കുന്നുണ്ട്? 1 കോടി, 1 ലക്ഷം, 25 ലക്ഷം, 1000. ഓരോ സെക്കൻഡിലും ഏകദേശം 1 കോടി കോശങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീർ എത്രയുണ്ടാകും? 1000 ലിറ്റർ, 500 ലിറ്റർ, 100 ലിറ്റർ, 25,000 ലിറ്റർ. ഏകദേശം 25,000 ലിറ്റർ. ഓരോ ദിവസവും നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ അളവ് എത്രയാണ്? 1000 ലിറ്റർ, 500 മീറ്റർ, 11,000 ലിറ്റർ, 100 ലിറ്റർ. ഓരോ ദിവസവും നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ അളവെന്ന് പറയുന്നത് 11,000 ലിറ്റർ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭാഗം ഏത്? തൊലി, പല്ല്, മുടി, നഖം. ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭാഗമാണ് മുടി.
ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് എത്ര കിലോ ചർമ്മം പുറന്തള്ളുന്നുണ്ട്? 18 to 20 കിലോ, 50 കിലോ, 5 കിലോ, 10 കിലോ. ഏകദേശം 18 മുതൽ 20 കിലോ വരെ. മനുഷ്യന്റെ വിരലടയാളം പോലെ എന്താണ് സവിശേഷമായത്? പല്ലിന്റെ വലിപ്പം, ചെവിയുടെ ആകൃതി, നാവിന്റെ അടയാളം, കണ്ണിലെ കൃഷ്ണമണി. നാവിന്റെ അടയാളമാണ് ശരിയായ ഉത്തരം. ഒരു ബ്ലേഡ് പോലും അലിയിച്ചു കളയാൻ ശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരത്തിലെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ഹൃദയം, വൃക്ക, കരള്, ആമാശയം. ആമാശയത്തിൽ ആണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും പൂർണ്ണമായും സ്വയം പുതുക്കപ്പെടുന്ന ശരീരഭാഗം ഏത്? കണ്ണ്, പല്ലുകൾ, അസ്ഥികൂടം, തലച്ചോറ്. പല്ലുകളാണ് ശരിയായ ഉത്തരം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഹൃദയം, ശ്വാസകോശം, ചർമ്മം, കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ബന്ധപ്പെടുമ്പോൾ സ്ത്രീ പൂർണ്ണ തൃപ്തയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? കെട്ടിപ്പിടിക്കും, കൈകൾ അമർത്തും, മുടി തലോടും, ചുംബിക്കും. മുടി തലോടും.